ആളുകൾ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ഈ യോഗ സന്ദേശം നൽകുവാനായി ഇവിടെത്തിയിട്ടുള്ള പാർട്ടി സംസ്ഥാന അധ്യക്ഷനെയും മറ്റ് എല്ലാ സഹപ്രവർത്തകരെയും സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നു. യോഗ സന്ദേശം നൽകി ഈ ഇന്നത്തെ യോഗദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനാഥ് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ന് യോഗയുടെ സന്ദേശം പ്രത്യേകം താല്പര്യമെടുത്ത് ലോകം മുഴുവനുള്ള ജനങ്ങളെ അറിയിക്കേണ്ട ഒരു പ്രയത്നം നടത്തേണ്ടാത്ത ഒരു സാഹചര്യമാണ്. 2014 അധികാരത്തിൽ വന്ന നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി ചേർന്ന് അവരോട് എല്ലാവരോടും സംസാരിച്ചു മാനവരാശിയുടെ ഉന്നമനത്തിനായി, കേവലം ഭാരതീയരുടെ മാത്രമല്ല മുഴുവൻ ലോകത്തിൻ്റെയും ശാന്തിക്കും സമാധാനത്തിനും മനുഷ്യന്റെ ഐശ്വര്യത്തിനുമെല്ലാം വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എല്ലാവരെയും ആചരിക്കാൻ തീരുമാനിച്ചത്. പതിവ് പോലെ അദ്ദേഹം 2014 ആരംഭിച്ചപ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകൾ, അതിനെ ഒരു താത്വികമായ എതിർപ്പുകൾ, അത് ഒരു മതത്തിന്റെ എന്തെങ്കിലും ഒരു അടയാളമാണ്, യോഗ സയന്റിഫിക് അല്ല, വിദ്യാർത്ഥികളെ അത് പഠിപ്പിക്കാൻ സമയം മെനക്കെടുക്കരുത്, ഇത് സംഘപരിവാറിന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്, ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ 2014 ശക്തമായിട്ട് ഉയർന്നു വന്നു. പതിവ് പോലെ കേരളത്തിൽ നിന്നാണ് അതിൻ്റെ ബുദ്ധി പോയത്. കേരളത്തിൽ നിന്ന് വലിയ പ്രചാരണം ഉണ്ടായി. വിദ്യാഭ്യാസ മന്ത്രിമാർ തന്നെ പരസ്യമായി അതിനെ എതിർത്തു. പല മന്ത്രിമാരും നേരിട്ട് അതിനെ പരിഹസിക്കാൻ തയ്യാറായി. പക്ഷെ നാം പിന്നീട് കണ്ടത്, ആരൊക്കെയാണോ യോഗാ ദിനത്തെ എതിർത്തത് അവരെല്ലാവരും യോഗയുടെ മഹത്വം മനസ്സിലാക്കി യോഗ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന അഭൂതപൂർവമായിട്ടുള്ള കാഴ്ചയാണ് ലോകം മുഴുവൻ നാം കണ്ടത്. ലോകത്തെ പല ഇസ്ലാമിക രാജ്യങ്ങളും യോഗാ ദിനം അതിമനോഹരമായി, നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടക്കുന്നത് പോലെ അതിമനോഹരമായി യോഗാ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. യോഗ എല്ലാ